ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അവിൽ മിഠായിയാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 കപ്പ് അവിൽ. നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം. അതിന് അടുപ്പ് കത്തിച്ച് ഒരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പ് അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് അവിൽ ഞാൻ ഇട്ട് കൊടുത്തു. ഇതൊന്ന് ചെറിയ തീ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചുമന്ന അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവിൽ ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു 50 ഗ്രാം ബദാം ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്ത് അല്പം നെയ്യ് ഒഴിച്ചു ഇത് ഇറക്കി വയ്ക്കാം. ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. എല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മുടെ തേങ്ങയും ഞാൻ വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല ഇതായിട്ടായി തുറന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒന്ന് സ്റ്റവ് ഓഫാക്കാം. നമ്മുടെ തേങ്ങയും കൂടെ അവിലിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. നമുക്കൊരു ജാറിലോട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അവിലും തേങ്ങയും കൂടെ നമ്മുടെ അവിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുക്കും. അപ്പോൾ നമുക്കൊരു പഴുപ്പാന തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ 250 ശർക്കരയാണ് ഉരുക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവിലിട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. നമ്മുടെ അവിൽ മിഠായി റെഡി ആയിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന ബദാമും കൂടെ പൊടിച്ചതിട്ടു. അവിൽ മിഠായി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് അവിൽ മിഠായി ഇവിടെ റെഡി ആയി. നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. 2 കപ്പ് അവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരണ്ടി ഇതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര 200 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 50 ഗ്രാം ബദാമും. അപ്പോൾ ഇതിവിടെ നമുക്ക് നെയ്യും മറ്റൊന്നും ഉപയോഗിക്കേണ്ട. ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാം. നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം കഴിച്ചോളും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.